എൻ്റെ പേര് മീതു തോമസ്. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ പഠിച്ചത് തമിഴ്നാടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തത് മുംബൈയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ മഹാരാഷ്ട്ര രജിസ്ട്രേഷനാക്കി മാറ്റണമായിരുന്നു. 6-7 മാസമായിട്ട് ഞാൻ ഈ രജിസ്ട്രേഷൻ്റെ പുറകിലായിരുന്നു. എന്തോ തടസ്സമെന്ന് ഏജൻസിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് എനിക്ക് അമ്മയുടെ അനിയത്തി വഴി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി ആഗസ്റ്റ് 7 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മയുടെ ആദ്യത്തെ വിഷയം തന്നെ എൻ്റെ രജിസ്ട്രേഷൻ കിട്ടണമേ എന്നായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് രണ്ടാമതായി സൗദിലേക്കൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എനിക്ക് രജിസ്ട്രേഷൻ വേണം. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അമ്മയെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, രജിസ്ട്രേഷൻ ഇല്ല, എന്ത് ചെയ്യണമെന്ന്. അമ്മ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ പേടിക്കണ്ട, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ. വ്യാഴാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ രജിസ്ട്രേഷൻ നാട്ടിലോട്ട് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. 1000 നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും. രണ്ടാമതായി എനിക്ക് സൗദിയിലോട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു വ്യാഴാഴ്ച. എനിക്ക് 2ാമത്തെ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ. ഓൾറെഡി അവർ എല്ലാവരെയും 1ാമത്തെ ദിവസം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-ലധികം പേരെ മാത്രമേ 2ാമത്തെ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ എടുക്കത്തുള്ളായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ വ്യാഴാഴ്ച പോയി. കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തെടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് കൂടെയുണ്ടെന്ന് എന്നെ ആദ്യം തന്നെ അമ്മ അറിയിച്ചു. കയറിയപ്പം തന്നെ എനിക്ക് കിട്ടിയ ഫയൽ ആകാശനീല കളറുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി കയറി. ആദ്യം റിട്ടേൺ ആയിരുന്നു, നെക്സ്റ്റ് ഓറൽ. റിട്ടേണിൽ പാസ്സായാൽ മാത്രമേ നമ്മളെ ഓറലിൽ എടുക്കത്തുള്ളൂ അവർ. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നത് സൗദിയിൽ നിന്ന് വന്നുള്ള മേഡങ്ങളായിരുന്നു. അതിൽ ഒരു മേഡം സിൽവർ ഗ്രേ ഇട്ട പർദ്ദയാണ് ഇട്ടിരുന്നത്. ആ മേഡം ഫുൾ ടൈം മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കൊരു അടയാളം കാണിച്ചു തരണേ എന്ന്. ആ മേഡം എന്നെ നോക്കി മാസ്ക് താത്തി. എനിക്ക് അവരെ കണ്ടപ്പോൾ അമ്മ മാതാവിനെ പോലെ ഇരുന്നു. അങ്ങനെ റിട്ടേൺ എക്സാം ഞാൻ പാസ്സായി. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ നെക്സ്റ്റ് ഓറലാണ്. ഓറലിൽ പാസ്സായാൽ മാത്രമേ അവർ നമുക്ക് കോൺട്രാക്റ്റ് തരത്തുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയില്ല, അമ്മേ നീ കൂടെ ഉണ്ടായിരിക്കണമേ. വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചു. 6-7 വട്ടം നന്മ നിറഞ്ഞ മറിയം പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായി 90 മാർക്കോടെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ഇൻ്റർവ്യൂ പാസ്സായി നെക്സ്റ്റ് പ്രോസസ്സാണ് ഡേറ്റ ഫ്ലോ എലിജിബിലിറ്റി. ഈ 2 സർട്ടിഫിക്കറ്റും കിട്ടാൻ 1.5 മാസത്തിലേറെ എടുക്കും. പണ്ട് മുതലേ എനിക്കൊരു ഭാഗ്യമില്ലാത്ത ഒരാളെ പോലായിരുന്നു ഞാൻ. എന്ത് ചെയ്താലും ഒരുപാട് ടൈം എടുക്കും. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈ ഡേറ്റ ഫ്ലോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടി. അങ്ങനെ എൻ്റെ സൗദിലോട്ടുള്ള പ്രോസസ്സ് പെട്ടെന്ന് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. ഈ എല്ലാ പ്രോസസ്സിന് ശേഷമായിരുന്നു എനിക്ക് എക്സാം എല്ലാ നേഴ്സുമാർക്കും അറിയാം, 4 മണിക്കൂറാണ് MOH എക്സാം. ആദ്യത്തെ ടോട്ടൽ 210 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ആദ്യത്തെ 105 ക്വസ്റ്റ്യൻ 2 മണിക്കൂറും, രണ്ടാമത്തെ 205 ക്വസ്റ്റ്യൻ നെക്സ്റ്റ് 2 അവറിലും. ഞാൻ എക്സാമിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ മറിയം എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു. നമ്മളെ ഫുൾ ബോഡി ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു അകത്തോട്ട് കയറ്റു. എൻ്റെ കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു. ആ കൊന്ത പോലും അവർ കയറ്റാൻ എന്നെ സമ്മതിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു. ഒരു മോള് എക്സാമിന് മുമ്പ് ഷോളിലാണെങ്കിൽ അമ്മയുടെ കാശ് രൂപം പിൻ ചെയ്ത് കയറിയായിരുന്നു. അതുപോലെ ഞാനും ഷോളിനകത്ത് എൻ്റെ അമ്മയുടെ കാശ് രൂപം പിൻ ചെയ്ത് അകത്ത് കയറി. അവർ കാണാതെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് ഒളിപ്പിച്ച് വെച്ചു. എക്സാമിന് അകത്ത് കയറി ആരും കാണാതെ ചവിട്ടാത്തൊരിടത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എക്സാം എഴുതുന്ന സിസ്റ്റത്തിലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാം സ്റ്റാർട്ട് ചെയ്തു. നോർമലി 2.5 മണിക്കൂർ പരീക്ഷ. എനിക്ക് ആരെ ഉള്ളിൽ നിന്ന് ഉത്തരം പറഞ്ഞു തരും, മീതു ഇങ്ങനെ എഴുതുക. അങ്ങനെ 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ പരീക്ഷ പൂർത്തിയാക്കി. ആദ്യത്തെ സെക്ഷൻ അവർ പറഞ്ഞു വേണമെങ്കിൽ ബ്രേക്ക് എടുത്തോ, ടൈം ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, അടുത്ത സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. അങ്ങനെ തുടർച്ചയായിട്ട് 2.5 മണിക്കൂർ ഉണ്ട്. ഞാൻ 4 മണിക്കൂറിൽ എക്സാം കംപ്ലീറ്റ് ചെയ്ത് ആദ്യം ഞാൻ തന്നെ പുറത്ത് പോയി അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ നിനക്ക് എനിക്ക് എക്സാം പാസ്സാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് തരണം ഇതെന്ന്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം എക്സാം റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അമ്മ മാതാവിനും തിരുക്കുമാനും 1000 നന്ദി. എക്സാം കഴിഞ്ഞാണ് മെഡിക്കൽ. ഓൾറെഡി എനിക്ക് PCODയുടെ പ്രോബ്ലം ഉണ്ട് 10-12 വർഷമായിട്ട്. എനിക്ക് നവംബറിലാണ് പീരീഡ്സ് ആയത്. ഡിസംബറിൽ പീരീഡ്സും ആയില്ലായിരുന്നു. മെഡിക്കലിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ മാസത്തെ LMP ഡേറ്റ്. ഞാൻ പറഞ്ഞു ഈ മാസം എനിക്ക് പീരീഡ്സ് ആയിട്ടില്ലെന്ന്. അവർ പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ കഴിയില്ലെന്ന്. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മെഡിക്കൽ എടുക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മെഡിക്കലിന് 30-ാം തീയതി ഡേറ്റ് എടുത്തു. അമ്മ പറഞ്ഞു നീ പോയിക്കോ, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന്. ഞാൻ പോകുന്ന ദിവസം അമ്മ പത്രം കൊടുക്കാൻ എല്ലാ വീട്ടിലും പോയി. ഞാൻ മെഡിക്കലിന് പോയി. അമ്മയുടെ കാരുണ്യത്താൽ മെഡിക്കൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു.
പുതുവർഷം ജനുവരി 1-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്ന് മെഡിക്കൽ ഫിറ്റാണെന്ന്. അമ്മ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. മെഡിക്കൽ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് എനിക്ക് വിസയും വന്നു. ജനുവരി 23 എൻ്റെ വിസ വന്നു. വിസ വന്നിട്ട് ഏജൻസിയിൽ നിന്ന് പറഞ്ഞു ഇനി മുംബൈയിൽ നിന്ന് റിസൈൻ ഇട്ടോ, ഏത് നിമിഷം വേണമല്ലോ ടിക്കറ്റ് വരാമെന്ന്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ടിക്കറ്റ് വന്നില്ല. എന്നാലും ഞാൻ ഫെബ്രുവരി 3 കൂടെ ഡ്യൂട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഫെബ്രുവരി 8-ാം തീയതിയോടെ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നു അടുത്ത ദിവസം തന്നെ ഞാൻ 10-ാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ വിഷയം തന്നെ എൻ്റെ ടിക്കറ്റ് വരണമേ എന്നായിരുന്നു. രണ്ടാമതായി എൻ്റെ PCOD മാറി എനിക്ക് റെഗുലർ പീരീഡ്സ് ആവണം, പിന്നെ പീരീഡ്സ് ഈ മാസത്തെ ആവണമെന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ടിക്കറ്റ് വരുന്നതിന് തലേന്ന് ഞാൻ ജോസഫ് അച്ഛനെ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു. അമ്മ പറഞ്ഞു ടിക്കറ്റ് വരാറായി കാണുമെന്ന്. ഒരു തിങ്കളാഴ്ച 10:30-ക്കാണ് അവർക്ക് ടിക്കറ്റ് വാട്സപ്പിൽ അയച്ചത്. 11 മണി വരെ ഞാൻ ഓൺലൈൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ടിക്കറ്റ് ഞാൻ കണ്ടില്ല. രാവിലെ അനുദിന പ്രാർത്ഥനയ്ക്ക് വേണ്ടി 5:30 എണീച്ചപ്പം ഏജൻസിയിൽ നിന്ന് മെസ്സേജ് കിടക്കുന്നു, മാർച്ച് 2 ഈ ഞായറാഴ്ച ഞാൻ സൗദിയിലോട്ട് പോവുകയാണ്. അമ്മ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് എന്നെ തന്നെ പുതുക്കുവാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായി എനിക്കവിടെ പത്രം അങ്ങനെ കൊടുക്കാൻ കഴിയത്തൊന്നുമില്ല. അതുകൊണ്ട് അമ്മ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും അമ്മയെക്കുറിച്ച് പറഞ്ഞ് പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. മുംബൈയിൽ ഒരു ഓർഫനേജ് ഉണ്ട്, ഇമ്മാനുവൽ മേഴ്സി ഹോം. അവിടെ ഞാൻ പോകുകയും എൻ്റെ ഓഫ് ഡേയിലെല്ലാം ആ കുഞ്ഞുങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യും. അതിലൊരു കുഞ്ഞിനെ ഞാനിപ്പോൾ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ എനിക്ക് 1-ൽ-അധികം പിള്ളേരെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. പണ്ടൊക്കെ മമ്മി ഉടമ്പടിക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അമ്മ പാടട്ടെ, പിന്നെ ഞങ്ങൾ വന്നിരിക്കാമെന്നായിരുന്നു. ഉടമ്പടിക്ക് ശേഷം രാത്രി 7 മണിയാകുമ്പോൾ ഞങ്ങൾ തന്നെ പറയും അമ്മ ബാ പ്രാർത്ഥിക്കാമെന്ന്. എനിക്ക് അമ്മ മാതാവിലൂടെയും തിരുക്കുമാരനോടും എന്നെ തന്നെ പുതുക്കുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ച ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയും തിരുവചനം 1/2 മണിക്കൂർ ഞാൻ വചനം വായിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇത്ര അധികം നല്ല കൃപകൾ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എല്ലാത്തിനും നന്ദി മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നതിന്. ഏജൻസിക്ക് തന്നെ 4 ലക്ഷം രൂപ വേണമായിരുന്നു. മോളെ പഠിപ്പിച്ച കടം തന്നെ 3-4 ലക്ഷം രൂപ ഞങ്ങൾ ഓൾറെഡി കടമായിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് എല്ലാം നടത്തി തന്നു. 1000 നന്ദി. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. മിതു തോമസ് എന്ന ഈ മകൾ വലിയ കണ്ണീരോടെ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുന്നതിന് അമ്മയെ പറഞ്ഞയക്കുന്നത്. മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്ന മകൾക്ക്, ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ പഠിച്ച മകൾക്ക് അങ്ങോട്ടേക്ക് രജിസ്ട്രേഷൻ മാറുന്നതിന് ഒത്തിരി നാൾ പരിശ്രമിച്ചിട്ടും അത് നടക്കാത്തതിൻ്റെ വിഷയമാണ് മകൾ ഉടമ്പടി എടുക്കുവാൻ കാരണമായത്. എന്നാൽ ഉടമ്പടി എടുക്കുമ്പോൾ വിദേശത്തുള്ള ജോലിയും മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധമ്മ ഏറ്റവും മെച്ചപ്പെട്ടത് മകൾക്ക് വേണ്ടി ക്രമപ്പെടുത്തി എന്നതാണ് സാക്ഷ്യത്തിലൂടെ മകൾ പങ്കുവയ്ക്കുന്നത്. ആ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി അമ്മ മാതാവ് മകൾക്ക് ഒരുക്കി വെച്ചിരുന്നത് വിദേശത്തേക്കുള്ള ജോലിക്കുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നതായിരുന്നു. ഓരോ കാര്യവും മകൾ വ്യക്തമായി പറയുന്നുണ്ട്. അത് അപേക്ഷ അയക്കുന്നതും വേഗത്തിലത് സെലക്ട് ആവുന്നതും അതിൻ്റെ പരീക്ഷകളിലേക്ക് പോകുന്നതും, അത് 4 മണിക്കൂറിൻ്റെ പരീക്ഷ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെ ചെവിക്കുള്ളിലിരുന്ന ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് 2.5 മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതി പൂർത്തിയാവുന്നതും, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ക്ലിയറൻസിന് പോകുമ്പോൾ PCOD വിഷയമുള്ളതുകൊണ്ട് ആദ്യം അത് പറഞ്ഞയക്കപ്പെടുന്നത് ലഭിക്കില്ലെന്ന് പറയുന്നത്, അതേ ഇഷ്യൂസ് നിലനിൽക്കുമ്പോൾ തന്നെ അടുത്ത തവണ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മെഡിക്കൽ ഫിറ്റ്നസ് മകൾക്ക് ലഭിക്കുന്ന കാര്യവും, അങ്ങനെ ഓരോന്നും ക്രമപ്പെടുത്തി മകൾക്ക് ലഭിക്കുന്നതും ടിക്കറ്റ് ലഭിച്ചതുവരെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൽ മകളുടെ പ്രത്യേകത, മകൾ ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത്, അമ്മ തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നു. പക്ഷെ ഉടമ്പടി ജീവിതം മുഴുവനും ഒരുപോലെ നന്നായിട്ട് വിശ്വസ്തതയിൽ ജീവിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അത് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളാണെങ്കിലും, കാരുണ്യ പ്രവൃത്തികളാണെങ്കിലും, പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും, വചനവായനയാണെങ്കിലും, അച്ഛൻ്റെ ധ്യാനം കൂടുന്നതാണെങ്കിലും, സാക്ഷ്യങ്ങൾ അനുദിനം കേൾക്കുന്നതും പങ്കുവയ്ക്കുന്നതുമാണെങ്കിലും,
മകൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞ് അമ്മ മാതാവിൻ്റെ മകളാണ് താനെന്ന ബോധ്യത്തോടു കൂടി ജീവിച്ചിരുന്നുവെന്ന് വാക്കുകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഏറെ നല്ല മനസ്സോടെ ത്യാഗങ്ങൾ ചെയ്യുവാൻ സന്നദ്ധമാവുമ്പോഴും ഒക്കെ പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ തൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനുള്ള, കൂടുതൽ സുരക്ഷിതമാക്കുവാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ മകൾ ചെയ്യുകയാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത അത് നമ്മുടെ കാഴ്ചപ്പാടുകളെയും താല്പര്യങ്ങളെയും ആഭിമുഖ്യങ്ങളെയും മാറ്റും എന്നുള്ളതാണ്. മകൾ പറയുന്നുണ്ട്, എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കൂടി ഔദാര്യത്തോടും നല്ല മനസ്സോടും കൂടി ജീവിക്കുവാൻ സാധിക്കുന്നു, എങ്ങനെ പ്രാർത്ഥനയിൽ കുറേ കൂടി തീഷ്ണതയുള്ള മകളായി സ്ഥിരതയോടുകൂടി അതിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നു, എങ്ങനെ കാരുണ്യ പ്രവൃത്തികളിൽ കൂടുതൽ നന്മയോടുകൂടി ചെയ്യുവാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഓരോ ഉടമ്പടി ജീവിതവും ദൈവം ലോകത്തിൽ അവിടുത്തെ സാന്നിധ്യത്തെ പ്രകടമാക്കുന്ന സാക്ഷ്യമാണ്. ഓരോ ഉടമ്പടി ജീവിതത്തിലൂടെയും ദൈവത്തിൻ്റെ കരങ്ങളായി, ദൈവത്തിൻ്റെ ഹൃദയത്തുടിപ്പായി, ദൈവത്തിൻ്റെ കണ്ണുകളായി നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലും നമ്മുടെ ചുറ്റുപാടും പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് ഉടമ്പടിയിൽ നിന്നുള്ള ആസ്തി, മെച്ചം എന്ന് പറയുന്നത് നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെയും സുവിശേഷ പ്രവർത്തനത്തിലൂടെയും ദൈവനാമം കൂടുതൽ മജ്ജയും മാംസവും വെച്ച് ലോകത്തിൽ വ്യാപിക്കുകയും ആഴപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലേക്ക് മകൾ നന്നായി നടന്നു നീങ്ങുമ്പോൾ അത് അനുഗ്രഹം അതിനൊപ്പം ചേർത്ത് അമ്മ മാതാവ് നൽകുന്നതാണ് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.